നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. ഒരു ബോഡിയുടെ റൊട്ടേഷൻ കൺസിഡർ ചെയ്യാം. About the z axis. Okay, as the body rotates about that particular axis, a particle in that body moves in a circular path. Particle initial position p യിൽ നിന്ന് ഫൈനൽ പൊസിഷൻ പി ഡാഷിലേക്ക് എത്തുമ്പോൾ ആ പാർട്ടിക്കിളിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം ആവറേജ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇന്റർവൽ. അപ്പോൾ ഒമേഗ ദാറ്റ് ഇസ് ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. In pure translation, all parts of the body have the same linear velocity at any instant of time. അതേപോലെ തന്നെ in pure rotation, all parts of the body have the same angular velocity at any instant of time. ബോഡിയുടെ എല്ലാ പാർട്സിനും അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസിനും ഒരേ ആംഗുലർ വെലോസിറ്റി ആണ്. ലീനിയർ വെലോസിറ്റി v ആണെങ്കിൽ അതുപോലെ തന്നെ ആംഗുലർ വെലോസിറ്റി ഒമേഗ ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്കറിയാം. ലീനിയർ വെലോസിറ്റി നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് ആർ ആൻഡ് ഒമേഗ. ഇതിൽ ആർ എന്നത് നമുക്കൊരു വെക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. ഒമേഗ ആംഗുലർ വെലോസിറ്റി ഓൾസോ ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോൾ രണ്ട് വെക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് ഒമേഗ ക്രോസ് ആർ. അത് മാത്രമല്ല നമുക്കിത് ഡിറൈവ് ചെയ്തെടുക്കാനും കഴിയും ഈ ഒരു റിലേഷൻ. അപ്പോൾ ലീനിയർ വെലോസിറ്റി ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി, ഇറ്റ് ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. ജനറൽ ആയിട്ട് ഇഫ് യു കൺസിഡർ ദി ith പാർട്ടിക്കിൾ, then the linear velocity of the ith particle is given by vi equal to omega ri. Angular velocity is a vector quantity. ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ്. And for rotation about a fixed axis, angular velocity vector lies along the axis of rotation. For rotation of a body about the fixed axis, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്? First point, same angular velocity omega for all the particles of the body. Second point, the particles in the body move in a circular path with its center on the axis of rotation and radius equal to the distance of the particle from the axis of rotation. Now third point, for particles on the axis r equal to 0. അപ്പോൾ ഈ ആക്സിസിലുള്ള പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം r ഈക്വൽ ടു 0 ആണ്, ഡിസ്റ്റൻസ് 0 ആണ്, അതുകൊണ്ട് തന്നെ ലീനിയർ വെലോസിറ്റി 0 ആണ്. എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ഓൺ ദി ആക്സിസ് ആർ സ്റ്റേഷനറി. ഓക്കെ, ആ ആക്സിസിലുള്ള പാർട്ടിക്കിൾസ് സ്റ്റേഷനറി ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഫിക്സഡ് ആക്സിസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ദ ആക്സിസ് ഇസ് ഫിക്സ്ഡ്. Another point, for rotation about a fixed axis, the direction of vector omega does not change with time. Its magnitude may change from instant to instant. Now, what is angular acceleration? Angular acceleration denoted by alpha. It is the time rate of change of angular velocity. Alpha equal to d omega divided by dt. Moment of force or torque. ട്രാൻസ്ലേഷണൽ മോഷനിൽ ഫോഴ്സ് എന്ന ക്വാണ്ടിറ്റി ആണ്. റൊട്ടേഷനിൽ അതിന്റെ അനലോഗ്, അതായത് അതിന്റെ ഇക്വാലന്റ് ക്വാണ്ടിറ്റി റൊട്ടേഷനിൽ വരുന്നത് ടോർക്ക് ആണ്. ഇറ്റ് ഇസ് നോൺ ആസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. ഓക്കെ, മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓൾസോ നോൺ ആസ് ടോർക്ക്. എന്താണ് ടോർക്ക് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഇൻ ലീനിയർ മോഷൻ. ദർ ഇസ് എ ഫോഴ്സ് ആക്ടിംഗ് ഓൺ പി along the direction shown. ഈ ഫോഴ്സ് കാരണമുള്ള ടോർക്ക് അല്ലെങ്കിൽ the moment of this force can be defined as tau equal to r cross f. ഇതൊരു വെക്റ്റർ പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോൺ ആസ് മീൻസ് ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇറ്റ്സ് എ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ടോർക്ക് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡ് ഇസ് ആർ എഫ് സൈൻ തീറ്റ. നമുക്കറിയാം എ ക്രോസ് ബി ഇസ് എ ബി സൈൻ തീറ്റ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ആർ ക്രോസ് എഫ് ഇസ് ആർ എഫ് സൈൻ തീറ്റ. അതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് വെക്ടർ ആർ ആൻഡ് വെക്ടർ എഫ്. ഇനി ഈ ആർ എഫ് സൈൻ തീറ്റ എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ആർ സൈൻ തീറ്റ ഇൻറ്റു എഫ് എന്നും കൊടുക്കാം, അതുപോലെ ആർ ഇൻറ്റു എഫ് സൈൻ തീറ്റ എന്നും കൊടുക്കാം.
The magnitude of that torque is r of sine theta. Its direction is perpendicular to r and f, and this torque produces a turning effect on the body. അപ്പോൾ ടോ ഈക്വൽ ടു ആർ ഓഫ് സൈൻ തീറ്റ എന്നുള്ളത് നമ്മൾ എഴുതുന്നു, മാറ്റി എഴുതുന്നത് എങ്ങനെയാണ്? ആർ സൈൻ തീറ്റ ഇൻറ്റു എഫ്, ഓർ ദാറ്റ് ഈസ് റിട്ടൺ ആസ് ആർ പെർപെൻഡിക്കുലർ എഫ്. എന്താണ് ആർ പെർപെൻഡിക്കുലർ? അവിടെ ആർ സൈൻ തീറ്റ. അതിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് എന്നുള്ള അർത്ഥത്തിലാണ് ആർ പെർപെൻഡിക്കുലർ എന്ന് കൊടുത്തത്, ആർ സൈൻ തീറ്റ. ഓക്കെ, അപ്പൊ ആർ സൈൻ തീറ്റയ്ക്ക് പകരം ആർ പെർപെൻഡിക്കുലർ ഇൻറ്റു അവിടെ എഫ് എന്ന് കൊടുത്തു. അതുപോലെ തന്നെ വേറെ രീതിയിൽ എഴുതുന്നു, ടോ ഈക്വൽ ടു ആർ ഇൻറ്റു എഫ് സൈൻ തീറ്റ. അവിടെ എന്താണ്? എഫ് സൈൻ തീറ്റയ്ക്ക് എഫ് പെർപെൻഡിക്കുലർ എന്ന് കൊടുക്കുന്നു. ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം ആണ്. ആംഗുലർ മൊമെന്റം ഇസ് ഡിഫൈൻഡ് ആസ് ആർ ക്രോസ് പി. ആംഗുലർ മൊമെന്റം എൽ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആർ പി സൈൻ തീറ്റ. ആർ ക്രോസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ പി സൈൻ തീറ്റയാണ്. തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റർ ആർ ആൻഡ് വെക്റ്റർ പി. ഡയറക്ഷൻ ഇസ് പെർപെൻഡിക്കുലർ ടു the plane containing vector r and vector p. Angular momentum is considered as the moment of momentum. അത് നമുക്ക് മറ്റൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. മുമ്പ് ടോർക്ക് എഴുതിയതുപോലെ എൽ ഈക്വൽ ടു ആർ പി സൈൻ തീറ്റ എന്നുള്ളത് ആർ ഇൻറ്റു പി സൈൻ തീറ്റ അല്ലെങ്കിൽ പി ഇൻറ്റു ആർ സൈൻ തീറ്റ. എൽ ഈക്വൽ ടു ആർ പി പെർപെൻഡിക്കുലർ ഓർ എൽ ഈക്വൽ ടു ആർ പെർപെൻഡിക്കുലർ P. Under what all conditions angular momentum of a particle can be equal to 0? മൂന്ന് സിറ്റുവേഷൻസിലാണ് ഒരു പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം 0 ആവുക. ഒന്ന്, when the linear momentum vanishes, അതായത് ലീനിയർ മൊമെൻറ്റം 0 ആവുമ്പോൾ. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് when the particle is at the origin, that is when r equal to 0. മറ്റൊരു സിറ്റുവേഷൻ theta equal to 0 degree or 180 degree. Now we'll consider the relation between torque and angular momentum. Translational motionൽ ഫോഴ്സും ലീനിയർ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ അതെന്തായിരുന്നു? എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി, എൽ ഈക്വൽ ടു ആർ ക്രോസ് പി. Now differentiate with respect to time. dl by dt ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എല്ലിന് പകരം ആർ ക്രോസ് പി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പ്രോഡക്റ്റ് റൂളാണ്. അതായത് ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി എന്നത് ഡി ആർ ബൈ ഡി ടി ക്രോസ് പി പ്ലസ് ആർ ക്രോസ് ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. ഡി ആർ ബൈ ഡി ടി എന്താണ്? നമുക്കറിയാം, വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി. സോ വി ക്രോസ് പി എന്താ? ലീനിയർ മൊമെൻ്റ് ആണ്, എം വി. സോ ഫസ്റ്റ് ടേം എന്താ വരിക? വി ക്രോസ് എം വി പ്ലസ് ആർ ക്രോസ് ഡി പി ബൈ ഡി ടി. ഡി പി ബൈ ഡി ടി നമുക്കറിയാം ഫോഴ്സ് ആണ്. ഓക്കെ, സോ വി ക്രോസ് എം വി പ്ലസ് ആർ ക്രോസ് എഫ് എന്നുണ്ട്. ഓർ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന എന്താണ്? ആർ ക്രോസ് എഫ്. കാരണം വി ക്രോസ് എം വി ഇസ് 0. സോ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ടോ. സോ ദിസ് ദ റിലേഷൻ കണക്ടിങ് ദ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു എഫ് എന്ന ഇക്വേഷന് കറസ്പോണ്ടിങ് ആയി റൊട്ടേഷൻ മോഷനിൽ നമുക്കുള്ള ഇക്വേഷനാണ് ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ടോ. സോ ടോ ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി is the rotational analog of the equation f equal to dp by dt. ഒരു സിസ്റ്റം ആസ് എ ഹോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ റിലേഷൻ ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത ഈ റിലേഷൻ എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ ടോ ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ, അതിൽ ടോ എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി ദ ഇൻറ്റേർണൽ ടോർക്ക് പ്ലസ് എക്സ്റ്റേണൽ ടോർക്ക്. കാരണം ഒറ്റൊരു പാർട്ടിക്കിൾ അല്ല ഉള്ളത്, ഒരുപാട് പാർട്ടിക്കിൾസ് ഒരുമിച്ചുള്ള ഒരു സിസ്റ്റമാണ്. പക്ഷേ ഇൻറ്റേർണൽ ടോർക്ക് 0 ആണ്. ഈ ഇക്വേഷൻ നമുക്ക് ടോ എക്സ്റ്റേണൽ ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. ടൈം റേറ്റ് ഓഫ് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം of a system of particles is equal to the sum of external torques. So if the external torque acting on the body or on the system of particles is equal to 0, dl by dt equal to 0 or L equal to constant.
ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്നറിയപ്പെടുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം സ്റ്റേറ്റ്സ് ദാറ്റ് if the total external torque on a system of particles is 0, then the total angular momentum of the system is conserved, അല്ലെങ്കിൽ it remains constant. നമ്മളൊരു ith പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കും. mi is the mass of the particle, ri is the distance from the axis of rotation. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് v equal to r omega. അപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? സിഗ്മ summation I from 1 to n half mi ra square omega square. The kinetic energy is given by half mv square. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുന്നു. രണ്ടും കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ്. എം എന്ന ക്വാണ്ടിറ്റിക്ക് പകരം സിഗ്മ mi ra സ്ക്വയർ എന്ന ഒരു പുതിയ ക്വാണ്ടിറ്റിയാണ്. ഈ ക്വാണ്ടിറ്റി അതായത് സമ്മേഷൻ mi ra സ്ക്വയർ that plays the role of mass in rotational motion. Rotational motion we can consider a quantity which is given by sigma mi ra square, which can be considered as measure of rotational inertia, and it is known as moment of inertia. അപ്പോൾ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആംഗുലർ വെലോസിറ്റി ഒമേഗ, അതിൻ്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡി ഡിപ്പെൻഡ്സ് ഓൺ 1. mass of the body, 2. its shape and size, distribution of mass about the axis of rotation, then position and orientation of axis of rotation. എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് about an axis passing through the center and perpendicular to its plane? Kinetic energy of the ring half mv square. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് half mv square. ഇവിടെ ഹാഫ് എം ഇൻറ്റു വിക്ക് പകരം വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആർ ഒമേഗ. സോ കെ ഈക്വൽ ടു ഹാഫ് എം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 1. ഓൾസോ ഇഫ് the ring is rotating with velocity omega, angular velocity omega, it has rotational kinetic energy. What is that rotational kinetic energy? It is half I omega square. ഈ രണ്ട് ഇക്വേഷൻസും ഒന്ന് കമ്പയർ ചെയ്യാം. സെക്കൻഡ് ഇക്വേഷനിലെ ഐ എന്ന ക്വാണ്ടിറ്റിക്ക് പകരമായി ഫസ്റ്റ് ഇക്വേഷനിൽ വന്നത് എം ആർ സ്ക്വയർ ആണ്. സോ ഐ എന്ന് പറയുന്നത് എന്താ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is given by mr square. So I equal to mr square. രണ്ടാമത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് a rigid rod of negligible mass and of length L with a pair of small masses rotating about an axis through the center of mass perpendicular to the rod. m/2 മാസ് ഉള്ള രണ്ട് ബോഡീസ് ഈ റോഡിന്റെ രണ്ടറ്റത്തുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്, സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ റോഡ്, ആ റോഡിൻ്റെ ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്. അപ്പോൾ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ യൂഷ്വൽ ഫോർമുല തന്നെ എടുക്കുക. സമ്മേഷൻ mi r m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ എന്ന് ഉപയോഗിക്കും. ദാറ്റ് ഈസ് I ഈക്വൽ ടു മാസ് തന്നിട്ടുണ്ട് m/2, r1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്സിസിൽ നിന്ന് ഈ മാസിലേക്കുള്ള ദൂരം, ദാറ്റ് ഈസ് L/2. ടോട്ടൽ ലെങ്ത് L ആണ്, സെൻറ്ററിലാണ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് മാസിലേക്കുള്ള ദൂരം L/2 ആണ്. സോ m/2 L/2 ഹോൾ സ്ക്വയർ പ്ലസ് m/2 into L/2 whole square, that is ml square by 4. So moment of inertia of the rod is given by ml square divided by 4. Theorem of perpendicular axis states that the moment of inertia of a planar body or lamina about an axis perpendicular to its plane is equal to the sum of its moment of inertia about two perpendicular axes concurrent with the perpendicular axis and lying in the plane of the body. നോക്കൂ, സപ്പോസ് യു ഹാവ് എൻ ഇറഗുലർ ബോഡി, ഒരു ഷീറ്റ് രൂപത്തിലുള്ള ബോഡിയാണെന്ന് ഇരിക്കുക. അവിടെ കൺസിഡർ ചെയ്ത ആക്സസ് നോക്കുക, എക്സ് വൈ സെഡ്.
മൂന്ന് ആക്സിസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. Z axis ആണ് axis of rotation. The body is rotating about the Z axis. So Iz equal to Ix plus Iy. Z axisലെ moment of inertia എന്ന് പറയുന്നത് x axisലുള്ള moment of inertia plus y axisലുള്ള moment of inertia. ഇനി ആ സ്റ്റേറ്റ്മെന്റ് മുഴുവനായിട്ടും ശരിക്കും ബൈ ഹാർട്ട് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഒരു ഫിഗറും വരയ്ക്കുക, ഈ ഒരു ഇക്വേഷനും എഴുതുക. എന്താണ് പാരലൽ ആക്സിസ് തിയറം? It states that moment of inertia of a body about any axis is equal to sum of the moments of inertia of the body about a parallel axis passing through its center of mass and the product of its mass and square of the distance between the two parallel axes. The parallel axis theorem ന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഏത് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഫിഗർ നോക്കുക. ഇവിടെ ഒരു ഇറഗുലർ ബോഡിയാണ് കൺസിഡർ ചെയ്തത്. സെഡ് ആക്സിസ് ആണ് ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ. ഓക്കെ, സെഡ് ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏത് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണോ കണ്ടുപിടിക്കേണ്ടത്, അതാണ് സെഡ് ഡാഷ്. So according to the theorem, Iz dash equal to Iz plus ma square. Iz എന്ന് പറയുന്നത് ഇതിന് പാരലൽ ആയിട്ടുള്ളതും അതേപോലെ തന്നെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്നതുമായ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്ലസ് മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെയും ഈ ഒരു ഫിഗർ വരച്ചിട്ട് ഇക്വേഷൻ എഴുതിയാൽ തന്നെ മുഴുവൻ മാർക്കും കിട്ടും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് മുഴുവനായിട്ട് ഓർത്തിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫിഗർ വരച്ച് ഇക്വേഷൻ എങ്കിലും ഓർത്തിരിക്കുക. ഇനി ഈ രണ്ട് തിയറം നമ്മളിപ്പോൾ മനസ്സിലാക്കി. അത് ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. അത് കണ്ടുപിടിക്കാൻ വി ആർ ഗോയിങ് ടു യൂസ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഓക്കെ, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമുക്കറിയാം Iz ഈക്വൽ ടു Ix പ്ലസ് Iy. പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് Z. അതിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം mr². ഓക്കെ, ദെൻ എക്സും വൈയും നമുക്ക് രണ്ട് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫിഗർ നോക്കുക. എക്സ് ആക്സിസ് ഹൊറിസോണ്ടൽ ഡയമീറ്റർ ആണെന്ന് വിചാരിക്കുക, വൈ ആക്സിസ് വെർട്ടിക്കൽ ഡയമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ രണ്ട് ഡയമീറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് രണ്ടിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ സെയിം ആയിരിക്കും. മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എക്സ് വിൽ ബി ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് വൈ ആൻഡ് വി ആർ ഗോയിങ് ടു ഡിനോട്ട് ഇറ്റ് ബൈ ID. So mr square equal to ID plus ID or 2ID. ID equal to mr square by 2. അടുത്തായിട്ട് about the tangent, moment of inertia of a ring about the tangent. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പാരലൽ ആക്സിസ് തിയറം. Iz dash equal to Iz plus ma square. Iz dash means moment of inertia about the Z dash axis. Z ഡാഷ് ആക്സിസ് എന്ന് പറയുന്നത് നോക്കൂ, ഇപ്പോൾ വന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ഇറ്റ്സ് എ ടാൻജന്റ്. സോ IT എന്ന് കൊടുക്കാതെ. ഓക്കെ, Z ഡാഷ് ആക്സിസ് എന്നുള്ളത് ടാൻജന്റ് എന്നുള്ള രീതിയിൽ IT എന്ന് കൊടുക്കാം. ഈക്വൽ ടു എന്താണ്, സം ഓഫ് ടു ടേംസ്. ഒന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്നത്, അത് ID എന്ന് കൊടുക്കാം കാരണം ഡയമീറ്റർ ആണ്, പ്ലസ് mr². R is radius of the ring. Okay, so IT equal to mr² by 2. അത് about the diameter കുറച്ച് മുമ്പ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്, പ്ലസ് mr². എക്ക് പകരം ക്യാപിറ്റൽ R, perpendicular distance between the two lines. So mr² by 2 plus mr² or you will get 3 by 2 mr². So moment of inertia of the ring about its tangent is given by 3 by 2 mr². മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഡിസ്ക്. റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സർക്കംഫറൻസിൽ, അതായത് ആ പെരിഫറിയിൽ മാത്രമാണ് മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഡിസ്കിൽ ത്രൂ ഔട്ട് ദ ബോഡി മാസ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് about an axis perpendicular to it and through its center is mr² by 2. ആ ഒരു വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്യുന്നില്ല, പകരം ആ ഒരു വാല്യൂ നമ്മൾ എടുക്കുകയാണ്. We are going to find out moment of inertia of a disk about its diameter. ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഒരു കേസിൽ we can use perpendicular axis theorem. Iz equal to Ix plus Iy. Iz നമ്മളിപ്പോൾ നേരത്തെ കിട്ടിയതാണ്, അതായത് mr² by 2. That is equal to mr² by 2 equal to
എക്സും വൈയും ഈ രണ്ട് ഡയമീറ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. അതിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് നമ്മൾ ID എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. രണ്ട് ഡയമീറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ IXും IYയും ഈക്വൽ ആയിരിക്കും. സോ ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ID. 2ID ഈക്വൽ ടു mr സ്ക്വയർ ബൈ 2 or ID equal to mr square by 4. So moment of inertia of a disk about its diameter is given by mr square divided by 4. അടുത്തത് moment of inertia of a disk about its tangent. റിങ്ങിന്റെ കാര്യത്തിൽ ചെയ്ത അതേ കാര്യം തന്നെയാണ്. ടാൻജന്റ് ആണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്കിൽ, അതായത് ഇഫ് ദ ഡിസ്ക് ഇസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ടാൻജന്റ്, then what is the moment of inertia? നോക്കൂ, ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഏത് തിയറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്? ഇറ്റ് ഈസ് പാരലൽ ആക്സിസ് തിയർ. ഇതാണ് IZ' ഈക്വൽ ടു IZ പ്ലസ് MA സ്ക്വയർ എന്നാണ്. അപ്പോൾ ആ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് എന്നത് നമ്മൾ ഡയമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അതാണ് mr സ്ക്വയർ ബൈ 4. IZന് പകരം mr സ്ക്വയർ ബൈ 4 യൂസ് ചെയ്തു. അത് mr സ്ക്വയർ ബൈ 4 പ്ലസ് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്, മാസ് m ഇൻറ്റു ഈ രണ്ട് ആക്സസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്കിന്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കും. അതിൽ നിന്ന് യു ഗെറ്റ് 5/4 mr സ്ക്വയർ. ദാറ്റ് ഈസ് ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദി ടാൻജന്റ്. എന്താണ് radius of gyration? Radius of gyration of a body about an axis may be defined as the distance from the axis. Okay, it is a distance. എവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്? From the axis of a mass point whose mass is equal to mass of the whole body and whose moment of inertia is equal to moment of inertia of the body about the axis. ഒരു ഇക്വേഷൻ രൂപത്തിൽ പഠിച്ചു വെച്ചാൽ മതി. അതായത് നമ്മൾ ഈ ഒരു കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇൻ ദ കേസ് ഓഫ് എ റിംഗ് അബൌട്ട് ദി ഡയമീറ്റർ നമുക്കറിയാം I ഈക്വൽ ടു mr സ്ക്വയർ ബൈ 2. അപ്പോൾ ഏതൊരു ബോഡിയുടെ കേസിലും മൊമെന്റ് ഓഫ് ഇനേഷ്യ ക്യാൻ ബി റിട്ടൺ ആസ് I ഈക്വൽ ടു mk സ്ക്വയർ. ഓക്കെ, I ഈക്വൽ ടു mk സ്ക്വയർ. ഇവിടെ k ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഏത് കേസിലായാലും ഇപ്പോൾ റിംഗ് ആണെങ്കിൽ ആദ്യത്തെ കേസ് നമുക്ക് mr സ്ക്വയർ എന്ന് കിട്ടി, ഡയമീറ്റർ ആകുമ്പോൾ mr സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി, ദെൻ ടാൻജന്റ് ആകുമ്പോൾ 3/2 mr സ്ക്വയർ എന്ന് കിട്ടി. അതുപോലെ തന്നെ ഡിസ്കിന്റെ കേസിലും. അപ്പോൾ ഏത് കേസിലും മൊമെന്റ് ഓഫ് ഇനേഷ്യ ക്യാൻ ബി റിട്ടൺ ആസ് I ഈക്വൽ ടു mk സ്ക്വയർ, വേർ k is known as റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഈ വാല്യൂ ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ റിങ്ങിന്റെ കേസിലാകുമ്പോൾ വാട്ട് ഇസ് k? ഇറ്റ് ഈസ് r/√2. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് ആൻഡ് ഡിസ്ക് അബൌട്ട് ദ ഡയമീറ്റർ ആർ കമ്പയർഡ്. അത് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് moment of inertia of a ring is more because mass is distributed a large distance from the axis of rotation. അപ്പോൾ എന്താണ് അതിന്റെ കാരണം? ബിക്കോസ് റിംഗിന്റെ കേസിലെ മാസ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ആദ്യം പറഞ്ഞു. അതായത് കൂടുതൽ മാസ് പാർട്ടിക്കിൾസും ആക്സിസിൽ നിന്ന് വളരെ ദൂരത്തിലാണുള്ളത്. ഡിസ്കിന്റെ കേസിൽ കുറച്ചുകൂടി ആക്സിസിനോട് അടുത്താണുള്ളത്. ആ കാരണം കൊണ്ട് തന്നെ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയിരിക്കും കൂടുതൽ. ഇപ്പോൾ മാസ് ഡിസ്ട്രിബ്യൂഷൻ മാറിക്കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യയിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്.